ഒരാണും പെണ്ണും ലൈംഗികമായി ബന്ധപ്പെടുന്നതിലൂടെ ഒരു കുഞ്ഞ് ജനിക്കുന്നു അല്ലേ തെളിയിക്കാൻ പറ്റുള്ളൂ. എല്ലാ ലൈംഗിക ബന്ധത്തിലും കൊച്ചുങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതെന്താ? ചന്ദ്രനിലേക്ക് പോയി എന്ന് പറയുന്നു, നമുക്ക് ഉറപ്പില്ല. കുറെ തെളിവുകൾ ഇപ്പൊ അടുത്ത് പോലും പോയി എന്ന് പറഞ്ഞു, എന്നിട്ട് അവര് അവിടെ ഇറങ്ങാതെ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇത്രയും വലിയ ഭൂമി, ഇതിന് എത്ര വെയിറ്റ് ഉണ്ടാവും അറിയോ? ഇല്ല. ഒരു സമൂഹത്തിനെ മുന്നോട്ട് നയിക്കാൻ ഒരു സെക്കൻഡ് പോലും ഈ വാർത്തകൾക്ക് പറ്റില്ല. വാർത്ത എന്ന് പറയുന്നത് എന്താ? മറ്റൊരാളെ പറ്റി കുറ്റം പറയുക, മറ്റുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക. അതാണോ ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്? അതുകൊണ്ട് ഈ സമൂഹം എത്ര മുന്നോട്ട് പോകും? നല്ല ക്ഷീരകർഷകർക്കുള്ള അവാർഡൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇവിടെ രാത്രിയും പകലും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. രാത്രിയും പകലും ഉണ്ടോ? സോളാർ സിസ്റ്റത്തിന്, എർത്തിന് ഉണ്ടായിരിക്കാം, സോളാർ സിസ്റ്റത്തിനുണ്ടോ? 24 മണിക്കൂറില്ല അല്ലേ? അപ്പൊ ഈ ദിവസമില്ല, ആഴ്ചയില്ല, മാസമില്ല, വർഷമില്ല, യുഗങ്ങളില്ല. രാമന്റെ അച്ഛന്റെ പേര് മധു, മധുവിന്റെ അച്ഛന്റെ പേര് രാമകൃഷ്ണന്റെ അതിന്റെ അറിയില്ല. എത്ര അറിയാം? ഇത്രയേ ഉള്ളൂ നമ്മുടെ പാരമ്പര്യം. നമ്മളിപ്പോ നമ്മുടെ ബന്ധുക്കൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കണം? അപ്പൊ സ്പിരിറ്റിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ മരിച്ചു പോയ വഴിക്കേ നമ്മൾ അച്ഛനെയും അമ്മേനെയും മറക്കൂ? ഇല്ല. ഇത് നമ്മൾ ഉണ്ടാക്കിയ ലോകമാണ്, ഇവൾ ലോകമാണ്, ഇവൾ ഉണ്ടാക്കിയ ലോകമാണ് എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് വിഷ്ണുവിന്റെ മനസ്സ് സ്വാഭാവികമായിട്ടും വിഷ്ണുവിന്റെ ആശയത്തോട് ചേർന്നു. രാവിലെ അടുത്ത് പറഞ്ഞു, ഞാൻ പടം കാണാൻ വരില്ല, ഞാൻ പ്രേതപടങ്ങൾ കാണാറില്ല, നിർത്തി. കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെയാണ്. ഒറ്റയ്ക്ക് ആകുമ്പോൾ ഞാൻ തന്നെ അനുഭവിക്കണം ഈ പ്രേതം വരുന്നതും അവിടെ നിന്ന് പേടിക്കുന്നതും ഓടുന്നതും ഒക്കെ. ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമോ കൂടിയാണ്. ലുക്കാണോ? അല്ല, എൻ്റെ തല. ഓക്കെ. സാധാരണഗതിയിൽ ഒരാളുടെ കൂടെ മാസങ്ങളൊക്കെ ചെലവിട്ട് കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവ സവിശേഷതകളൊക്കെ മറ്റൊരാളിലേക്ക് എത്തും, പകരും എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുക. അങ്ങനെയാണെങ്കിൽ ശ്രീ മോഹൻലാലുമായി കുറച്ചധികം മാസങ്ങൾ ചെലവിട്ടിട്ട് ഷൈനിന് എന്ത് മാറ്റമാണ് വന്നത്? ഷൈൻ ടോം ജോക്കോ പ്രധാന കഥാപാത്രത്തിലെത്തുന്ന പിന്നാലെ എന്നുള്ള സിനിമയെ പറ്റി സംസാരിക്കാനാണ് അദ്ദേഹം ചേരുന്നത്. കൂടെ രാഹുൽ മാധവുണ്ട്, രമ്യയുണ്ട്, സിനിമയുടെ ഡയറക്ടറുണ്ട്. നമസ്കാരം. ഇപ്പൊ ഈ ആസ് ആക്ടേഴ്സ് പെർഫോമൻസ് നിങ്ങൾക്കൊക്കെ അറിയാലോ ശരിക്കും എങ്ങനെയാണ് ഈ പ്രേതങ്ങളെ ഉണ്ടാക്കുന്നത്, പ്രേതങ്ങളുടെ എഫക്ട്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നേരിട്ടിട്ട് കുറെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ പ്രേതം, സ്പിരിറ്റ്, ഈവിള് അല്ലെങ്കിൽ ഗുഡ് സ്പിരിറ്റ് അങ്ങനെയുള്ള കുറെ പദങ്ങളും അങ്ങനെ പ്രസൻസ്, പിന്നെ ഈ ഒരു മെഷീൻസ് വെച്ചിട്ട് ഇവരുടെ പ്രസൻസ് അളക്കുന്നു, ആളുകൾ അതിന് വേണ്ടിയിട്ട് ഗോസ്റ്റ് ഹണ്ടേഴ്സ് ഉണ്ടാകുന്നു, ഇതിന്റെയൊക്കെ ആക്ച്വൽ സിനിമാറ്റിക് വേർഷൻ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സയന്റിഫിക് ടെമ്പറോടുകൂടി മനസ്സിലാക്കാനും അത് വലിയ കഥയില്ല എന്ന് മനസ്സിലാക്കാനും അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവോ? നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മൾ ടോട്ടലി ഉൾക്കൊണ്ടിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ റിയൽ ലൈഫിലേക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമോ? റിയൽ ലൈഫ് ഒരു ഇത്രയും വലിയ ഭൂമി, ഇതിന് എത്ര വെയിറ്റ് ഉണ്ടാവും അറിയോ? ഇല്ല. ഇത്രയും ഇതിന്റെ ഒരു വലിപ്പം അറിയാലോ ഏകദേശം. ഇതിന്റെ ഒരു വലിപ്പം എത്രയാണെന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കോ? എങ്ങനെ ഒരു സാധനത്തിനെ നമുക്ക് കാണണമെങ്കിൽ അതിൽ നിന്ന് എത്ര ഫോക്കസ് ദൂരെ പോയാലാണ് ഇതിനെ പൂർണ്ണമായിട്ട് കാണാൻ പറ്റുക? സ്പേസ് ട്രാവലർ ഭൂമിയുടെ തൊട്ട് മേലെ മാത്രം കറങ്ങി കിടക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായോ? നമ്മൾ ഫ്ലൈറ്റ് പോകുന്നതിനേക്കാളും കുറച്ച് മുന്നിൽ, അതായത് നമ്മുടെ ഭൂമിയുടെ ഭ്രമണപഥത്തിന് തൊട്ട് മുകളിൽ, അല്ലെങ്കിൽ ഭ്രമണപഥം തീരുന്നിടത്ത് ആയിരിക്കാം. അതിന്റെ തൊട്ടപ്പുറത്താണ് ഈ സ്പേസ് എന്ന് പറയുന്നത്. അതുപോലും, അതായത് ഇവിടെ തൊട്ട് നിൽക്കുന്ന ഒരാൾക്ക് എത്ര കാണാൻ പറ്റും അതിന്റെ പൂർണ്ണരൂപം? കാരണം ഇത് ഒരു ഫുട്ബോളിന്റെ അത്ര വലിപ്പമുള്ള സാധനമല്ല അല്ലേ? അപ്പൊ ഇത് എത്ര ദൂരം പോയാലാണ് ഭൂമിയെ പൂർണ്ണമായി അതിന്റെ ആകൃതിയിൽ കാണാൻ പറ്റുക? അങ്ങനെ ഒരാൾക്കും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അത്ര ദൂരം പോയാൽ ആ വസ്തു കാണാനും പറ്റില്ല. അങ്ങനെയാണ് നമുക്ക് ഇവിടെ നിന്ന് എടപ്പള്ളിയൊക്കെ കാണേണ്ടതല്ലേ? പറഞ്ഞാൽ മനസ്സിലായോ ഞാൻ? അപ്പോ ഇത് നമ്മൾ ആരും കണ്ടിട്ടുമില്ല, ഇത് ഇങ്ങനെയാണെന്ന് അതിന് ഉറപ്പുമില്ല. ചന്ദ്രനിലേക്ക് പോയി എന്ന് പറയുന്നു, നമുക്ക് ഉറപ്പില്ല. ഇപ്പോഴും കുറെ തെളിവുകൾ ഇപ്പൊ അടുത്ത് പോലും പോയി എന്ന് പറഞ്ഞു, എന്നിട്ട് അവര് അവിടെ ഇറങ്ങാതെ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. പിന്നെ ഇതൊരു സോളാർ സിസ്റ്റമാണ്, ഇതിൽ 9 ഗ്രഹങ്ങളുണ്ടെന്ന് പറയുന്നു. ഇടയ്ക്ക് 8 ഗ്രഹങ്ങളാവും, വീണ്ടും 9 ഗ്രഹങ്ങളാവുന്നു. ഇങ്ങനെ ഒരുപാട് സോളാർ സിസ്റ്റം ഉണ്ടെന്ന് പറയുന്നു അല്ലേ? ഇതൊക്കെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? പഠനങ്ങൾ വഴി. ഇവിടെ രാത്രിയും പകലും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. രാത്രിയും പകലും ഉണ്ടോ? സോളാർ സിസ്റ്റത്തിന്, എർത്തിന് ഉണ്ടായിരിക്കാം, സോളാർ സിസ്റ്റത്തിനുണ്ടോ? ഒരു വസ്തുവിൽ നിന്ന് വെളിച്ചം വരുന്നു, ഇവിടെ ഈ വസ്തു കറങ്ങുന്നു, അതുകൊണ്ട് ഉണ്ടാവുന്ന ഷെയ്ഡ് മാത്രമാണ് അല്ലേ? സോളാർ സിസ്റ്റത്തിൽ ഇല്ല, അത് സ്പേസിലും ഇല്ല അല്ലേ? സ്പേസിൽ കൊടും ഡാർക്കാണ് അല്ലേ? അപ്പൊ രാത്രിയും പകലും ഇല്ലാത്ത സമയത്ത് 24 മണിക്കൂറില്ല അല്ലേ? അപ്പൊ ഈ ദിവസമില്ല, ആഴ്ചയില്ല, മാസമില്ല, വർഷമില്ല, യുഗങ്ങളില്ല. ഇതൊക്കെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ ഒരു ചെറിയൊരു ആത്മാവ് ഉണ്ടെന്ന് പറയാൻ നമ്മൾ എന്തിനാ അതിനെ കാര്യമായിട്ട് എടുക്കുന്നില്ല?
അല്ല അതിനേക്കാളും എളുപ്പത്തിൽ എളുപ്പത്തിന് അല്ല ഞാൻ പറയാ ഇത്രയും ഇല്ലാത്ത കാര്യത്തിലാണ് നമ്മൾ വിശ്വസിച്ച് അല്ല, പോകുന്നത്. ഇത് വിഷ്ണു ഇല്ലാത്ത കാര്യം അല്ല എന്നല്ല. വിഷ്ണു ഞാൻ ചോദിച്ചിട്ട് വിഷ്ണു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണോ? അല്ല, അല്ല. അപ്പൊ ദൈവത്തിൽ അപ്പൊ ഓക്കെ ഇപ്പൊ അല്ല, ദൈവത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നല്ല. ഐ മീൻ എനിക്ക് സാധാരണ ആളുകൾ ദൈവത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. വിഷ്ണുവിനെ തന്നു, വിഷ്ണുവിന് ഉണ്ടായില്ലേ, ജന്മം തന്നു. ഉം. അപ്പൊ അച്ഛനും അമ്മയോട് ചോദിക്കാം വിഷ്ണുവിനെ ആര് തന്നു എന്ന് ചോദിച്ചാൽ വിഷ്ണുവിന്റെ അച്ഛനും അമ്മ എന്ത് പറയും? ആര് തന്നു? അല്ല എങ്ങനെ വന്നു? ഇപ്പൊ ഒരു കുഞ്ഞുണ്ടാവുമ്പോ തരുന്ന ദൈവം തന്നു എന്ന് പറയും. പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല ദൈവം തന്നു, ഉണ്ടാവുകയല്ലേ. അല്ല ദൈവം തന്നു എന്ന് പറയൂ, അങ്ങനെ പറയാറുണ്ടാ, കേട്ടിട്ടുണ്ടാ? ദൈവം നമുക്കൊരു കൊച്ചിനെ തന്നു. അങ്ങനെ എന്റെ അച്ഛമ്മയും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോ- കേട്ടിട്ടില്ല, കേട്ടില്ല. നമ്മൾ കേട്ടിട്ടുണ്ട്, എന്നെയൊക്കെ ചെറുപ്പത്തിൽ വളർത്തുമ്പോ തമ്പാച്ചി തന്നതല്ലേ, ആ, മോനെ okay, okay. അങ്ങനെ വളർത്തും. ഈ തമ്പാച്ചൻ തന്നതല്ലേ എന്നുള്ളത് സയന്റിഫിക്കലി എങ്ങനെ തെളിയിക്കും? പറ്റില്ല. സയന്റിഫിക്കലി എന്താണ്, ഒരാണും പെണ്ണും ലൈംഗികമായി ബന്ധപ്പെടുന്നതിലൂടെ ഒരു കുഞ്ഞ് ജനിക്കുന്നു അല്ലേ തെളിയിക്കാൻ പറ്റുള്ളൂ. Yes. അപ്പൊ സയന്റിഫിക് ആയിട്ടുള്ള ആൾക്കാർ അത് വിശ്വസിക്കും അങ്ങനെയാണെന്ന്. അതെ അതെ. എല്ലാ ലൈംഗിക ബന്ധത്തിലും കൊച്ചുങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതെന്താ? എഗ് ഫെർട്ടിലൈസ് അല്ല, അതൊക്കെ പറയണത് എന്തുകൊണ്ട് സയന്റിഫിക്കലി അങ്ങനെ നടന്നു കഴിഞ്ഞാൽ പൂർണ്ണ ആരോഗ്യവാന്മാരായ ഇതെല്ലാം പെർഫെക്റ്റ് ആയ ആൾക്കാർക്ക് എല്ലാം ഉണ്ടാവുന്നില്ലല്ലോ. അല്ല അല്ല ഇല്ല, ഉണ്ടാവുന്നില്ല. ഡോക്ടർ പറയും ഒരു പ്രശ്നമില്ല, ഇവരും ലൈംഗികമായി ബന്ധപ്പെടുന്നുണ്ട്, കുഞ്ഞ് ജനിക്കുന്നുമില്ല. അപ്പോ അത് സയന്റിഫിക് ആയിട്ട് അങ്ങനെ നടക്കുന്നില്ലല്ലോ എപ്പോഴും. സംതിങ് ഈസ് ദർ ഇൻസൈഡ് എന്നും കൂടി ഒരു അപ്ലൈ ആണ് അല്ലേ? അപ്പൊ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തത് കറക്റ്റ് ആണോ? അല്ല, സയൻസ് അല്ല, സയൻസ് കറക്റ്റ് അല്ല, നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള സയൻസ്. അപ്പൊ അവിടെ വേറെ ഒന്നും കൂടി അപ്ലൈ ആവുന്നുണ്ട്, അതുകൊണ്ടാണ് കുഞ്ഞ് ജനിക്കുന്നത് അല്ലേ? ഓക്കെ, ഈ ദൈവത്തിന്റെ കോമ്പൗണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ പറയുന്ന ഈ കോമ്പൗണ്ട് അല്ലേ, അതും കൂടി ഉള്ളത് കൊണ്ടാണ് അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ പറയുന്നത്. നമ്മുടെ ചെറുപ്പത്തില് അവര് അത്യാവശ്യം പക്വതയായിട്ടുണ്ടാവുക ദൈവം തന്നതാണ്. പക്ഷെ അവര് ഒരിക്കലും ലീഗലിയുള്ള ഇതിൽ എഴുതി വെക്കും ദൈവം തന്നതാണെന്നില്ല. ഇയാളുടെ ഈ പെണ്ണിന്റെയും മകൾ അല്ലെങ്കിൽ മകൻ എന്നല്ലേ എഴുതുള്ളൂ, ദൈവത്തിന്റെ മകൾ എന്ന് എഴുതുള്ളൂ. ഇല്ല, അങ്ങനെ ലീഗലായിട്ട് എഴുതാൻ പറ്റില്ലല്ലോ. അല്ല വിഷ്ണു, ദൈവത്തിൽ വിശ്വസിക്കണമെന്നുള്ളത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അതെ. ഞാൻ ചോദിക്കാൻ കാരണം അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ആളുകള് ദൈവത്തെ പറ്റിട്ട് പറയുന്ന എന്താ പറയാ, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, ദൈവം നമ്മളെയൊക്കെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോ അതിന്റെ വേറെ കുറച്ച് വശങ്ങൾ എനിക്ക് മനനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ള രൂപം അല്ല, അങ്ങനെ ഒരു പോസിറ്റീവ് പവർ ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ പോസിറ്റീവ് പവർ നെഗറ്റീവ് പവർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവാത്ത അങ്ങനെ പോസിറ്റീവ് പവർ നെഗറ്റീവ് പവർ ഉണ്ടെങ്കിൽ സോ ദാറ്റ് എനിക്ക് അതിന്റെ ഒരു വേവ് ഫോം വരയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന്റെ സൈൻ വേവോ കോസ് വേവോ നോക്കി എനിക്ക് അത് പഠിക്കാൻ പറ്റുവാണെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവുമായിരിക്കും. ദൈവം എല്ലാവരും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവം എന്തിനാ വിശപ്പുണ്ടാക്കിയെന്നൊക്കെ ആലോചിച്ചാൽ ഭയങ്കരമായിട്ട് ഒരു എറർ പറ്റും, ഒരു ലോജിക്കൽ എറർ. വിശപ്പിൽ നമ്മളെ സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കുറെ മൃഗങ്ങളെ പിടിച്ച് തിന്നേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവര് മര്യാദക്ക് ജീവിച്ചാൽ അപ്പൊ അങ്ങനെ കുറെ എക്കോസിസ്റ്റം ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കുറച്ച് ഏരിയകളിൽ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും അത് അവസാനിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് അല്ല. അതെ അതെ. ദൈവം ഉണ്ടോ എന്ന് ഞാൻ ചെറുപ്പത്തിലൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നത് അങ്ങനെ ഒരാളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞ അല്ലല്ല കുറെ കാലം കഴിയും മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആള് അങ്ങനെ ഒരു സമയത്ത് എല്ലാവരും യുദ്ധം ചെയ്യുമ്പോഴും നോൺ വയലൻസിൽ ഒന്നും ഇല്ലാണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഒരു സമയം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം വരും. കാലം കുറെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏതാണ്ട് ഇപ്പോ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ അങ്ങനെ ഒരാള് ഒരു 50 അതെ 3 ജനറേഷൻ കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഉണ്ട് അയാൾ വെറുതെ പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഡാഡിയുടെ പേര് അറിയാം, ഡാഡിയുടെ അപ്പന്റെ പേര് അറിയാം, ഡാഡിയുടെ അപ്പന്റെ പേര് ഡാഡിക്ക് അറിയില്ല, എനിക്കറിയില്ല. രാഹുലിന്റെ അച്ഛന്റെ പേര് മധുവിന്റെ അച്ഛന്റെ പേര് രാമകൃഷ്ണന്റെ അതിന്റെ അറിയില്ല. എത്ര അറിയാം? ഇത്രയേ ഉള്ളൂ നമ്മുടെ പാരമ്പര്യം. ഇത് പറഞ്ഞ പോലെ കണ്ടിന്യൂ. അല്ല ഞാൻ പറയാൻ വന്നത് അത് വേറെ ഡിസ്കഷനാണ്. റേഷണലിസ്റ്റ് തോട്ടും എന്ന് പറയുന്ന പോലെ തന്നെയാണ്. രമ്യ ഇപ്പം കോൺവെന്റിലെ മദറാണ്. അപ്പം ഈ മദർ സുപ്പീരിയർ അല്ലെങ്കിൽ ഈ സിസ്റ്റർമാർക്കൊക്കെ അവർക്കൊരു ഡിസൈൻ ഉണ്ടല്ലോ. രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു, ഇത്ര പ്രാർത്ഥനകൾ, ഇങ്ങനെ ആയിരിക്കും അവരുടെ വസ്ത്രം, ഇങ്ങനെ ആയിരിക്കും അവരുടെ ഉറക്കം, അതിന് കൃത്യമായിട്ടൊരു മീറ്റർ ഉണ്ടാവും. രമ്യ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരിയാണ്. അതൊരു കോമഡി പറയാം. ഞാൻ ഈ സിസ്റ്ററുടെ വേഷമാണെന്ന് പറഞ്ഞ് വിളിച്ചു, ഒരു മദറിന്റെ വേഷമാണ്. അപ്പൊ രമ്യ പറഞ്ഞോണ്ട് ഓ ദാരിദ്ര്യം എന്ന് പറഞ്ഞ അമ്മയിൽ നിന്ന് എനിക്ക് മോചനം കിട്ടി. ഞാൻ കേട്ട വിചാരിച്ചു കോൺവെന്റിൽ പോയി താമസിച്ച് അവിടെ സിസ്റ്റർമാരായിട്ട് ജീവിക്കുന്നു. കാരണം ആദ്യത്തെ പടത്തില് ഒരു പശുവിനെ വളർത്തുന്ന ഒരു ചേച്ചിയായിരുന്നു പടവെട്ടില്. അതിനുവേണ്ടി വീട്ടിലൊരു പശു തൊഴുത്ത് പണിത് പശുവിനെ വാങ്ങി. ഒന്നല്ല അതിന് 1 ആയി 10 ആയി. പിന്നെ പശുവിന് കിടക്കാൻ മാറ്റ്, ഫാന്.
ഇപ്പോഴും പശുക്കളുണ്ടോ? ഇല്ലില്ല, അത് കൊറോണ അത് ആ കൊറോണ character ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട്. കഴിഞ്ഞപ്പോഴത്തേക്കും കൊടുത്ത മാനേജ് ചെയ്യാൻ പറ്റാണ്ട് ഓക്കെ ഓക്കെ. നല്ല ഇപ്പൊ ക്ഷീര കർഷകർക്കുള്ള അവാർഡൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കന്യാസ്ത്രീയായിട്ട് ഏ, അഭിനയിക്കാൻ അതാ ഞാൻ ചോദിച്ചു, കോൺവെന്റിൽ പോയി നിന്നിരുന്നോ? കോൺവെന്റിൽ ഇല്ല, പോയി ഞാൻ നിന്നായിരുന്നോ? കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. ഓക്കെ. അപ്പൊ പിന്നെ മനസ്സിലായില്ലോ. അപ്പോൾ +2 വരയ്ക്കും അവര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ കമ്പനി ടീച്ചേഴ്സ്. അപ്പം എന്നെ ഫിസിക്സ് പഠിപ്പിക്കുന്നത് സിസ്റ്റർ അയോണ, കെമിസ്ട്രി പഠിപ്പിച്ച സിസ്റ്റർ സാങ്ട. ഇതുപോലെ ഒരുപാട് സിസ്റ്റേഴ്സിന്റെ കൂടെയാണ് ഞാൻ പഠിച്ചു വന്നത്. അപ്പം കോൺവെന്റിലാണോ നിന്നിരുന്നത്? ഹോസ്റ്റലിലാണോ? അല്ലല്ല, കോട്ടയത്തായിരുന്നു. Okay. അപ്പം വന്നു പോവായിരുന്നു. പിന്നെ എനിക്കൊരു സ്വഭാവമുള്ളത്, നമ്മൾ ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്തേക്ക് പോയി ടീച്ചേഴ്സിനെയൊക്കെ ഞാൻ അനുകരിക്കും. അപ്പം ഇവരൊക്കെ എപ്പോഴും ഇങ്ങനെ ഈ വെയിലിനകത്തി കൂടി ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ വെക്കുക. പിന്നെ ചിലരെപ്പോഴും ഇങ്ങനെ രമ്യ എപ്പോഴും ചെയ്തോണ്ടിരുന്ന കാര്യം ഇങ്ങനെ എപ്പോഴും ചെയ്തോണ്ടിരുന്നു. ശരിയല്ലേ? അതെന്റെ ഒരു എപ്പോഴും ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വെയിൽ ഇങ്ങനെ വലിച്ചു വെക്കുക. അതെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ സിസ്റ്റർ അങ്ങനെയാ ചെയ്യുന്നത്. അതുപോലെ മാല എപ്പോഴും ഇതാക്കിയിടുക, അല്ലെങ്കിൽ ലോക്കറ്റിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. അങ്ങനെ അവരുടെ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഫെമിലിയർ ആയിരുന്നു. ഷൈനിപ്പം പ്രേത സിനിമകളുടെ അല്ലെങ്കിൽ ഹൊറർ സിനിമകളിലൊക്കെ ഒരു നെറേറ്റീവ് മലയാള സിനിമയിലും വല്ലാതെ മാറിയിരിക്കുന്നു. ഇപ്പൊ ഡൈസറൊക്കെ അതിന്റെ വേറെ തന്നെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ആക്ച്വലി ചെയ്തു. ഞാൻ പ്രേത സിനിമകൾ കാണാൻ നിർത്തിയിരിക്കുന്നു. കാരണം ഞാൻ ചെറുപ്പത്തിൽ കണ്ട പ്രേത സിനിമകൾ, അതായത് മണിച്ചിത്രത്താഴിന് ശേഷം അധികം പ്രേതപടങ്ങൾ കണ്ടിട്ടില്ല. ആകാശഗംഗയൊന്നും കണ്ടിട്ടില്ല. ആകാശഗംഗയാണ് പിന്നെ കണ്ടിട്ടുള്ളത്. ഉം. പക്ഷേ പ്രേതപടങ്ങളിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല. അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ ഡൈസറ കണ്ടിട്ടില്ല. ഡൈസർ കണ്ടിട്ടില്ല. കാരണം കണ്ടിട്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് അനുഭവിക്കണ്ടേ. കാരണം അത്രയും പേടിപ്പിക്കുന്ന ഡൈസറിൽ ഷൈനെ വിളിച്ച് കൺസൾട്ട് തന്നെയാണോ ആ റോളിലേക്ക്? എന്റെ വന്ന് ആ ക്യാരക്ടറൈസ് പിക്ചർ എടുത്തു, പിന്നെ മോൾഡ് ഉണ്ടാക്കി എന്റെ ബോഡി വെച്ചിട്ട്. അതൊക്കെ അവരങ്ങനെ തന്നെ ചെയ്തത്. പിന്നെ ഉള്ള പടത്തിന്റെ ലൊക്കേഷനിലേക്ക് ഞാൻ പോയിട്ടില്ല, ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല വേറെ. ഈ ഫോട്ടോ എടുത്തു, മോൾഡ് ഉണ്ടാക്കി. പക്ഷെ ഞാൻ ആ പടം അഭിപ്രായം വന്നപ്പോൾ ഞാൻ രാവിലെ അടുത്ത് പറഞ്ഞു, ഞാൻ പടം കാണാൻ വരില്ല, ഞാൻ പ്രേതപടങ്ങൾ കാണാറില്ല, നിർത്തി. കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെയാണ്. പണ്ട് ഈവിൾ ഡെഡ് എന്നൊക്കെ ഉള്ള പടങ്ങൾ കണ്ടിട്ട് തന്നെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഒറ്റയ്ക്ക് ആവുമ്പോൾ ഞാൻ തന്നെ അനുഭവിക്കണം ഈ പ്രേതം വരുന്നതും അവിടെ നിന്ന് പേടിക്കുന്നതും ഓടുന്നതും ഒക്കെ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം കൂടിയാണ്. വേറെ ആളെ വിളിച്ച് കാണിക്കാനും പറ്റില്ല, ഒരാൾ വിശ്വസിക്കില്ല. നമ്മൾ ഇത്രയും പ്രായമായിട്ടും പ്രേതത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ, ഇരുട്ടിനെ പേടിയാണോ? ഇതെല്ലാം നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാവുന്നത്, അല്ലേ? പിന്നാലെ ഒരിക്കലും ഒരു പ്രേത സിനിമയല്ല കേട്ടോ. ഒരു പ്രേത സിനിമകളുടെ കുറച്ച് എലമെന്റ്സുകൾ ഉണ്ടെന്ന് മാത്രമല്ല. ആക്ച്വലി ഇതൊരു എക്സോസിസം മൂവിയാണ്. എക്സോസിസം ഓൾസോ ടോക്ക് അബൌട്ട് അതർ സോളിനെ കുറിച്ചല്ലേ? അതെ, തീർച്ചയായിട്ടും. പക്ഷെ ശരിക്കും പോപ്സ് എക്സോസിസ്റ്റ് എന്നുള്ള സിനിമയുണ്ട്. ഭയങ്കര, അത് മാർപ്പാപ്പയുടെ അനുമതിയോടുകൂടി ഉള്ളൊരു പ്രീസ്റ്റാണ്. ഭയങ്കര ഹിറ്റായ ഒരു സിനിമയാണ്. ശരിക്കും അതിനകത്ത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ശരിക്കും റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇംഗ്ലീഷ് സിനിമകൾ ഇത് ഇഷ്ടംപോലെ ഉണ്ട്. ഫേമസ് ആയ സിനിമ ഉണ്ടോ 73? ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഈ സബ്ജക്ട് ആദ്യമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. എക്സോസിസം തന്നെയാണ് ഒരു വിധത്തിൽ പ്രേതം ബാധ കൂടുക എന്ന് പറയുന്നത്. ബാധ കൂടുക. സാധാരണ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പ്രേതബാധ കൂടി എന്ന് പറയുന്നത്. അത് ഒഴിപ്പിക്കാനായിട്ട് ഇപ്പൊ സാധാരണ കത്തോലിക്ക കുടുംബങ്ങളൊക്കെ അച്ഛന്മാരൊന്ന് വെഞ്ചിരിക്കും, ബ്ലസ് ചെയ്യും, അവരൊന്ന് പ്രാർത്ഥന നടത്തും. പക്ഷെ എക്സോസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും എബവ് ആണ്. അവർക്ക് ഗിഫ്റ്റഡ് ആണത്. അവർക്ക് ആ പിശാചിനായിട്ട് മല്ലിട്ട് ചില പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അവിടെ നിന്ന് ഒഴിപ്പിച്ച് കളയാൻ പറ്റും. ആ റോളാണ് ഷൈൻ ചെയ്യുന്നത്. ഇതിന് ഇപ്പൊ സണ്ണി ചെയ്യുന്നത് പോലും ചെയ്യാം, തിലകൻ ചെയ്ത ക്യാരക്ടറിൽ. ഈ രണ്ട് ക്യാരക്ടറും ഇതിന് വേണം. കാരണം ഇതിലൊരു ആകെ കൂടി ഒരു മായ പരിപാടി വേണം. റാഷണലും സ്പിരിച്വൽ തിങ്കിങ്, മെഡിക്കലും വേണം. മെഡിക്കലായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യണം. എന്നാൽ മെഡിക്കലിന് മറ്റേതിന്റെ സഹായം വേണം, അതിന് ഇതിന്റെ സഹായവും വേണം. എന്നാലോ, കാരണം ഇത് ഒരാളിലുള്ള ബാധിക്കുന്ന അസുഖമാണ്. എന്നാൽ അയാളുടെ ബോഡി കീറി മുറിച്ചാൽ കാണുമില്ല ഈ അസുഖം. അപ്പോ ഇതിനെ അയാളുടെ ആത്മാപരമായിട്ടും സോൾപരമായിട്ടും ഹെൽത്ത് പരമായിട്ടും ട്രീറ്റ് ചെയ്താല ഈ സാധനം പോവുള്ളൂ. ഓടി വന്നിട്ട് ഒരു പ്രേതം ഒഴിപ്പിക്കാൻ പറ്റില്ല. ഷൈൻ ചെയ്ത ക്യാരക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന് എങ്ങനെ ഈ പ്രേതം ഇവിടെ വന്നു കൂടി, അതൊരു പ്രോസസ്സാണ്. അപ്പൊ ഷൈൻ എല്ലാം നോക്കി, ഫാദർ റിച്ചാർഡ് എന്ന് പറഞ്ഞ ആളെല്ലാം നോക്കി മനസ്സിലാക്കി, ഇവിടെയുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്ത് എന്നാലത് ഓടിപ്പോകത്തുള്ളൂ. ഷൈൻ ഏകദേശം കുറച്ചധികം മാസങ്ങളായിട്ട് ശ്രീ മോഹൻലാലിന്റെ കൂടെ ആയിരുന്നല്ലോ. മാസങ്ങളാ, ആകെ 7 ദിവസമാണ് ഞങ്ങള് ഈ 3 രാജ്യങ്ങളിൽ കറങ്ങി വന്നത്. അയർലൻഡ്, ലണ്ടൻ, ജർമ്മനി. അത് വളരെ, ഞാൻ ലാലിനെ കണ്ടുള്ള അന്ന് റിഹേഴ്സലിന് 2 ദിവസം കണ്ടു. പിന്നെ ഈ 7 ദിവസം 3 ദിവസം സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ ലാലിന്റെ കൂടെ? ഇല്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് സ്റ്റേജിലും അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അതിന് മുന്നേ ഹായ് എന്നൊക്കെ അമ്മയുടെ മീറ്റിങ്ങിനെ കാണും, ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞിട്ടുണ്ടെങ്കിലും. 7 ദിവസത്തിന് ശേഷം എന്താ അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ?
നമ്മൾ ഈ പറയുന്നത് പോലൊക്കെ തന്നെയാണ്. കാരണം ഈ 2.5 മണിക്കൂർ സ്റ്റേജിൽ പുള്ളി ഒറ്റയ്ക്ക് നിന്ന് ചെയ്തോളൂ. ഇത് ഒരാളും ഇല്ലെങ്കിലും ആ മൊത്തം ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചോളും. പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും. ഞാനൊരു ഡാൻസ് കളിച്ച് വരുമ്പോഴേക്കും ഞാൻ കിതയ്ക്കണം കാണാം. പുള്ളി എത്ര ഡാൻസാണ് കളിക്കുന്നത്. റംസാനും സാനിയും കളിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ പ്രായമല്ലല്ലോ ഈ പ്രായം. അതാണ് ഞാൻ ചെറുപ്പത്തിൽ കണ്ട അതേ എനർജി തന്നെ ഇപ്പോഴും ഒരു മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതിന്റെ മാസ്റ്റർ പീസ് ഡാൻസ് ഉണ്ടായില്ലോ അവിടെ. രതിപുഷ്പം ഉണ്ടായിരുന്നല്ലോ അവിടെ. അതുണ്ടായിരുന്നു. അത് ഞാനായിട്ട് മനഃപൂർവ്വം എപ്പോഴും കളിക്കുന്നതല്ല. എന്നെ കൂടെ കളിക്കാൻ പറയുമ്പോൾ ഞാൻ കളിക്കുന്നതാണ്. ആളുകൾ വിചാരിക്കും ഇത് മാത്രമേ അറിയുള്ളൂ. വേറെ സ്റ്റെപ്പ് ആളുകൾ ഡിമാൻഡ് ചെയ്യണം. ഇപ്പൊ അദ്ദേഹം ഈ ബൈ ഡിഫോൾട്ട് അദ്ദേഹം വളരെ മെഡിറ്റേറ്റീവ് ആയിട്ട് പെരുമാറുന്ന, അല്ലെങ്കിൽ ആളുകളെ കുറച്ചുകൂടി എന്താ പറയുക സ്പിരിച്വൽ ലെവലിലൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന. ആക്ച്വലി നമ്മൾ സ്പിരിച്വൽ ലെവലിലല്ലേ, നമ്മൾ സ്പിരിറ്റ്സ് അല്ലേ. നമ്മളിപ്പോ നമ്മുടെ ബന്ധുക്കൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കണേ? അപ്പൊ സ്പിരിറ്റിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ മരിച്ചു പോയ വഴിക്കേ നമ്മൾ അച്ഛനെയും അമ്മേനെയും മറക്കൂ? ഇല്ല. അപ്പൊ വിഷ്ണു എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല? ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് എന്തുകൊണ്ട് അച്ഛന്റെ കർമ്മത്തിന് പോകുന്നു, അമ്മയുടെ കർമ്മത്തിന് പോകുന്നു? ഞാൻ ആത്മാവിലും വിശ്വസിക്കുന്നില്ല. ഇല്ല. അപ്പൊ ഒരു വ്യക്തി ഏറ്റവും അടുത്ത ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഉപേക്ഷിക്കുക അയാളോടെ? ഇല്ല, ഓർമ്മകൾ ഉണ്ടാവും. അതെങ്ങനെ ഉണ്ടാവും? അല്ല, അതെന്ത് ബ്രെയിൻ ഉള്ളതുകൊണ്ട്. ബ്രെയിൻ ഉള്ളതുകൊണ്ടല്ലേ? ബ്രെയിനുള്ള ആളുകൾ തന്നെ ദൈവത്തിനെ പറ്റി പറയുകയുള്ളൂ, ആ ദൈവവിശ്വാസത്തിനെ പറ്റി പറയുകയുള്ളൂ. അപ്പൊ നമ്മുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മരിച്ചു ബോഡി ജീവൻ പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മളവിടെ ഉപേക്ഷിക്കില്ലല്ലോ. അച്ഛനും പോയി ണ്ട് നമ്മളെ അച്ഛനെ അല്ലല്ല, അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഒരാളെ കൊല്ലണം എന്നില്ലല്ലോ കൊലപാതകയുടെ ക്യാരക്ടർ ചെയ്യാൻ, അല്ലേ? നമ്മളിപ്പോ ലണ്ടനിൽ പോകണമെന്നില്ലല്ലോ ലണ്ടനിലെ കാര്യം പറയാൻ. ഇപ്പൊ നമ്മൾ ഈ നാട്ടിൽ കിടക്കുന്ന എല്ലാ പ്രശ്നത്തെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. ഇറാനിൽ മിസൈൽ ഇട്ടു, നമ്മൾ ആരെങ്കിലും കണ്ടിട്ടില്ലല്ലോ. ട്രംപ് ഇങ്ങനെ ചെയ്തു, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എല്ലാം വിശ്വസിക്കുന്നുണ്ടല്ലോ, അല്ലേ? നമ്മുടെ അച്ഛനും അമ്മ ആണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, നമ്മളത് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ പറയുന്നത് നമ്മുടെ അടുത്ത വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ അവരെ കറക്റ്റായി സംസ്കാരം ചെയ്ത് പിന്നെ 7 നടത്തുന്നു, 41 നടത്തുന്നു, പിന്നെ നമ്മുടെ അവർ ഫോട്ടോ വെക്കുന്നു. അവരില്ലല്ലോ ഭൂമിയില്. അപ്പോ അതെല്ലാം സോളല്ലേ, സ്പിരിച്വൽ അല്ലേ? അല്ല, ഞാൻ പറയുന്നത് സ്പിരിച്വൽ അല്ലേ? വിഷ്ണുവിനെ വളരെ ആത്മവിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി ഒരു ദൈവത്തിന്റെ പിക്ചറിനെ അവഹേളിക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ ചെയ്യാറില്ല. പറ്റില്ല. അപ്പൊ വിശ്വാസം ഉണ്ട്. ഞാൻ സെക്യുലർ ആയതുകൊണ്ട് എനിക്ക് ആളുകളെ വാക്ക് എങ്ങനെ ആളുകളെ വിഷമിപ്പിക്കാൻ പറ്റില്ല. ആളുകളുടെ ഇമോഷൻ വിഷമിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ സെക്യുലർ എന്ന് വെച്ചാൽ ഞാൻ ഒന്നിനും അങ്ങനെ വിശ്വസിക്കുന്നില്ല, പക്ഷെ ഞാൻ എല്ലാത്തിനും ബഹുമാനിക്കുന്നുണ്ട്. ഇപ്പൊ രാഹുൽ ഇപ്പൊ ഒരു അമ്പലത്തിൽ ഒരു പ്രസാദം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ആ പ്രസാദം തട്ടിക്കളയില്ല, ഞാനത് വാങ്ങിക്കും, സ്വീകരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ പ്രസാദം ഇപ്പൊ വിഷ്ണു പറയുന്ന രണ്ടും വേറെ വേറെയാണ്. ഒന്ന് ദൈവമുണ്ടോ, സെക്യുലറിസം ഇസ് ട്രീറ്റിംഗ് ഓൾ റിലീജിയൻ എല്ലാം ഒന്നാണെന്ന് പറയുന്നത്. ദൈവം ഇപ്പൊ നമ്മുടെ ചോദ്യം എന്താ, ഷൈൻ ചോദിക്കുന്നത് ദൈവത്തിൽ വിശ്വാസം മതങ്ങളിലൂടെ പ്രചരിക്കുന്ന ദൈവം അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നില്ല. വിഷ്ണു പറയുന്ന ദൈവം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആളുകൾ കാണിച്ചു വെച്ചിട്ടുള്ള ഈ ഫോട്ടോന്റെ ഉള്ളിലാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ചിത്രവും ഈ ഒരു രീതിയിലും വിശ്വസിക്കുന്നില്ല. ഇല്ല, ഞാൻ അത് വിശ്വസിക്കുന്നില്ല. അതുപോലെ പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ അവിടെ നിന്ന് അദ്ദേഹം എന്തെങ്കിലും തരുന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ന് വെച്ചിട്ട് ഞാൻ ആളുകൾ ഇങ്ങനെ ബിലീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആളുകൾ അമ്പലത്തിൽ പോകുന്നു, ആളുകൾ വ്രതം എടുക്കുന്നു, അല്ലെങ്കിൽ ആളുകൾ ഈ പറഞ്ഞ പോലെ പല ഫോംസിൽ പ്രാർത്ഥിക്കുന്നു, അതിനൊന്നും നമ്മുടെ എതിരല്ല. അതൊന്നും നമുക്ക് പ്രശ്നം. നമ്മുടെ ആളുകൾ പറയുന്ന പോലെ അത് അതിനോട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുക, അതുകൊണ്ട് ആളുകൾ സ്നേഹിക്കുക മാത്രം ചെയ്യുക, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ ആളുകളുടെ പേഴ്സണൽ ചോയ്സ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇപ്പൊ രാജമൗലി ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കും ഈ പറഞ്ഞ പോലെ പുള്ളി ഏറ്റവും അധികം സിനിമകളിൽ ഇത് പറഞ്ഞ ദൈവത്തിന്റെ പല പല ഫോമുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളി ഒരു ഏത്തിസ്റ്റ് ആണ്. അപ്പം പുള്ളിക്ക് അറിയില്ല ഇത് എന്താണ്, ഇത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇപ്പൊ എന്താണ് ഈ ദൈവം ഉണ്ടല്ലോ, ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എല്ലാ മോശം ആളുകളെയാണല്ലോ ആദ്യം എന്താ പറയാ ശിക്ഷിക്കും ഇതാക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് ദൈവം ഉണ്ടാക്കിയതല്ല ഈ വേൾഡ്. എന്താ ദൈവം ഉണ്ടാക്കിയതല്ല ഈ വേൾഡ്. അതെ, ദിസ് ഈസ് ഈവിൾസ് വേൾഡ് ആണ്. അതായത് നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏദൻ തോട്ടം ആണ് ദൈവത്തിന്റെ സ്പേസ്. അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടവരും അവിടെ നിന്ന് ഓടിപ്പോകുന്നവരാണ് ആദം, പാപം ചെയ്ത പാപബോധത്താൽ. അത് വളരെ അതിന് ആ ഒരു രീതിയിൽ പറഞ്ഞാൽ കുട്ടിയായിരിക്കും ഉള്ളിൽ കയറുള്ളൂ ആ കഥ. അതുകൊണ്ട് ആ കഥ പറയുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീടാന്ന് വിചാരിക്കാം, വീട്ടിലൊരു ഗ്രഹനാഥൻ, അവിടെ തെറ്റ് ചെയ്യുന്നു. നമ്മൾ പ്രായപൂർത്തിയാകുമ്പോൾ അത് പാപമാണെന്ന് മനസ്സിലായി പാപബോധത്താൽ നമ്മൾ വീട് വിട്ട് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഒളിച്ചു ഓടുകയോ അല്ലെങ്കിൽ എന്ത് രീതിയിലും. ഈ വീട് വിട്ട് ഇറങ്ങിയ ആളല്ലേ പുറത്തു പോയിട്ട് വീട് വാങ്ങുക, അല്ലേ? അല്ലാതെ ഈ അപ്പൻ അവിടെ വീട് ഉണ്ടാക്കിയിട്ട് ഇയാളെ പുറത്താക്കുക അല്ലെങ്കിൽ ഓടിപ്പോയി ചെയ്യില്ലവൻ. അപ്പൊ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തു വന്നാൽ ദൈവത്തിൻ്റെതാണോ ഈ ലോകം? ആണോ?
ഇല്ലല്ലോ. ഉം. ദൈവത്തിന്റെ ലോകത്ത് നിന്ന് നമ്മൾ പുറത്താക്കപ്പെട്ടു. ഉം. അപ്പൊ പുറത്ത് വന്ന് നമ്മളിപ്പോൾ ഇവിടെ ജീവിക്കുന്നു അല്ലേ? ആ കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഉം. ഉം. അപ്പൊ നമ്മളാൽ ക്രിയേറ്റ് ചെയ്തപ്പെട്ട ഒരു ഭൂമിയാണത്. Yes. ഈ വിഷ്ണുവിന്റെ ഭൂമി എപ്പോഴാ തുടങ്ങുന്നത്? ഗാന്ധിജിയുടെ സമയത്ത് തുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ല. വിഷ്ണു ജനിച്ചതിന് ശേഷം എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് രാത്രിയാണെന്നും പകലാണെന്നും അച്ഛനാണെന്നും അമ്മയാണെന്നും 24 മണിക്കൂറാണെന്നും ആഴ്ചയാണെന്നും മാസമാണെന്നും ഇത് 2000 സംതിങ് ആണെന്നും ഉം. ഞാൻ ഈ യുഗത്തിലാണ് ജീവിക്കുന്നതെന്നും കലിയുഗമാണെന്നും ഒക്കെ മനസ്സിലാവുന്നത് Yes. അല്ലേ? അപ്പൊ നമ്മുടെ ലോകം തുടങ്ങിയത് എവിടെ നിന്നാ? ആ അനാദികാലം മുതലല്ല. അല്ല. അപ്പൊ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ആരാ? ഇപ്പൊ ഈ റൂമിലിരിക്കുന്ന എല്ലാവർക്കും ഓരോ ലോകമായിരിക്കും. ഉം. നമ്മൾ ഒരേ ദിവസമാണ് ജീവിക്കുന്നതെങ്കിലും അല്ലേ? Yes, sir. ഇനി നമ്മൾ അവസാനിക്കുന്നിടത്ത് നമ്മുടെ ആ ലോകവും തീരാം അല്ലേ? ഉം. അപ്പൊ ഇത് ഉണ്ടാക്കിയത് നമ്മളാണ്. ഇതുകൊണ്ടാണ് ഇന്റർവ്യൂ മായാക്കലങ്ങൾ കഴിയുമ്പോഴേക്കും ഉണ്ടായിരുന്നത്. വിഷ്ണു വിശ്വാസിയായിട്ട് മാറാൻ സാധ്യത. അല്ല ഇതൊക്കെ വിഷ്ണു സമ്മതിക്കുന്ന കാര്യങ്ങളാണല്ലോ അതെ അതെ അതെ. അല്ലേ? അപ്പോ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തത് നമ്മളാ. ഇത് ദൈവമാണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ഇത് ഭയങ്കര പെർഫെക്റ്റ് ആയാലേ. യെസ്. വിഷ്ണു ചോദിച്ച പോലെ എന്തുകൊണ്ട് ദുഷ്ടന്മാരുണ്ടായി, എന്തുകൊണ്ട് ദുഷ്ടന്മാരെ സഹായിക്കുന്നു? ദിസ് ഈസ് നോട്ട് ഗോഡ്. ഗോഡ് ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. അതെ. ഇത്ര ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ഗോഡ് ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് വിഷ്ണു. എന്ത്? അതാണ് ഇപ്പൊ പറഞ്ഞത്. അല്ല ഞാൻ പറഞ്ഞത് അല്ല ഇത് നമ്മൾ ഉണ്ടാക്കിയ ലോകമാണ്, ഇവൾ ലോകമാണ്, ഇവൾ ഉണ്ടാക്കിയ ലോകമാണ് എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് ഉം. വിഷ്ണുവിന്റെ മനസ്സ് സ്വാഭാവികമായിട്ടും വിഷ്ണുവിന്റെ ആശയത്തോട് ചേർന്നു. അതായത് ദൈവത്തിൻ്റെതല്ല, ദൈവമില്ല അല്ലേ? ഉം. ദൈവം ഉണ്ടാക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുക എന്ന് വിഷ്ണു പറഞ്ഞു, സമ്മതിച്ചു. ഉം. അപ്പൊ ദൈവമുണ്ട് എന്ന് വിഷ്ണു വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ദൈവമല്ല എന്നാണ് വിഷ്ണു വിശ്വസിക്കാതെ ഈ കാണുന്നതും ഈ കാണിക്കുന്നതും അല്ലേ? അതല്ല ഷൈൻ. പിന്നെ നേരത്തെ ഒരു ചോദ്യം പറഞ്ഞു, ഞാൻ വെറുതെ ചോദിച്ചാണ്. ആ, ആ. വക്കീലുമാരെ പോലത്തെ പരിപാടിയാണ്. കുറെ കഴിഞ്ഞ് ചോദിക്കുമ്പോൾ അത് ഓക്കെ പറഞ്ഞു. ആ. ഇത് നമ്മൾ ഉണ്ടാക്കിയ ലോകമാണ്. ഉം. അല്ലെങ്കിൽ നമ്മളൊരു ദോശ ഉണ്ടാക്കി, ഉം. ഈ ദോശ പൊട്ടിപ്പോയിട്ട് ദോശയെ നമ്മൾ കുറ്റം പറയോ? ഇല്ല. നമ്മളെ ദോശയെ നമ്മൾ ശിക്ഷിക്കുവോ? ഇല്ല. ഇല്ല. അപ്പൊ ദൈവം ഒരു ലോകം ഉണ്ടാക്കി മനുഷ്യൻ കുറ്റം ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ? ഉം. ആ സൃഷ്ടി തെറ്റ് ചെയ്യുമ്പോൾ ദൈവം അതിന് ശിക്ഷിക്കുവോ? ജൈവമാണ് ശിക്ഷിക്കേണ്ടത്. ശിക്ഷിക്കുവോ? എങ്ങനെ? ദൈവം ഉണ്ടാക്കിയതിന്റെ പ്രശ്നം കൊണ്ടാണല്ലോ അയാൾ തെറ്റ് ചെയ്യുന്നത് അല്ലേ? അത്രയും അല്പനാണോ ദൈവം? ഇനി പറയുന്ന ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് അത്രയും അല്പനായിരിക്കുമോ? അയാൾ ഒരു സംഭവത്തെ സൃഷ്ടിക്കുന്നു, ആ സംഭവം തെറ്റ് ചെയ്യുന്നതിനെ ദൈവം ശിക്ഷിക്കുന്നു. അങ്ങനെ ഒരു അല്പനല്ല ദൈവം. സോ ഈ കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് ദൈവമാൽ ഉണ്ടാക്കപ്പെട്ടതല്ലതൊന്നും. നമ്മൾ ദൈവത്തിൽ നിന്ന് അടർന്നു വീണ് കാണിക്കുകയാണ്. വെൻ മോളിക്യൂൾസ് ഒരു ഇല്ലാത്ത സ്പേസിൽ ഒരു സംഭവം ഉണ്ടാവുന്നു, അത് ഡിവൈഡ് ആവുന്നു. മോളിക്യൂൾ ഡിവൈഡ്സ് ലൈഫ് അല്ലേ? ദാറ്റ് ഡിവൈഡ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒരു സംഭവത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിളർപ്പ് ഉണ്ടാവുന്നു. ഒരു സംഭവത്തിൽ ഞാനൊന്ന് ഭാവം ഉണ്ടാകുമ്പോൾ നീ ഉണ്ടാവുന്നു, ഞാൻ ഉണ്ടാവുന്നു അല്ലേ? അഹം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ അഹത്തില് സ്പ്ലിറ്റ് ഉണ്ടാവുകയാണ്. എല്ലാം ഒന്നായി നിൽക്കുന്നവർക്ക് സ്പ്ലിറ്റ് ഉണ്ടാവുന്നു. അഹങ്കാരം, ഞാൻ സാധനം ഉണ്ടാവുമ്പോൾ നീ ഉണ്ടാവുന്നു, അത് സ്പ്ലിറ്റായിട്ട് വരുന്നു ലൈഫ്. അങ്ങനെയാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് സ്പ്ലിറ്റായി വന്നിട്ടുള്ളതാണ് നമ്മൾ ഇപ്പൊ ഈ നിൽക്കുന്ന നമ്മൾ അല്ലേ? ഇതിന് തിരിച്ചതിലേക്ക് പോകണം. അതാണ് നമ്മൾ പറയുന്നത്, മരിച്ചിട്ട് ദൈവത്തിന്റെ അടുത്തിലേക്ക് പോവുക, നിത്യജീവനിലേക്ക് പോവുക എന്ന് പറയും. അപ്പൊ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സാണ്. അതിന് നമ്മൾ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. താരസംഘടന വലിയ പിളർപ്പിലേക്കും വലിയ പ്രശ്നങ്ങളിലേക്കും ഒക്കെ കടന്നു പോകും. മോളിക്യൂളേ ഡിവൈഡ് ചെയ്യപ്പെട്ടു. അപ്പൊ ഈ ആളുകൾക്ക് ഈ പറഞ്ഞ താരസംഘടനയോടുള്ള ഒരു ഇഷ്ടവും അല്ലെങ്കിൽ താരസംഘടന എതിർപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഷൈൻ. ഇപ്പം ഉദാഹരണത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് എതിർപ്പ് ഫീൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഭയങ്കര കുശുമ്പ് കുന്നായ്മയൊക്കെ പുറത്തു വിടുന്ന രീതിയിലുള്ള വാർത്തകൾ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് മടുപ്പുളവാക്കുന്നുണ്ട്. ഒരു സമൂഹത്തിന് മുന്നോട്ട് നയിക്കാൻ ഒരു സെക്കൻഡ് പോലും ഈ വാർത്തകൾക്ക് പറ്റില്ല. എടോ, വാർത്ത എന്ന് പറയുന്നത് എന്താ? മറ്റൊരാളെ പറ്റി കുറ്റം പറയുക, മറ്റുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക. അതാണോ ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്? അതുകൊണ്ട് ഈ സമൂഹം എത്ര മുന്നോട്ട് പോകും? ഉള്ളിൽ എല്ലാവരുടെയും ദുഷിപ്പും കുന്നായ്മയും അല്ലെങ്കിൽ കൺഫ്യൂഷനും ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കുള്ളൂ അല്ലേ? അരാജകത്വം ഉണ്ടാക്കും ഈ നാട്ടിലെ. അത് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണമായുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ വാർത്തകൾക്കാണ്. ഇവിടുത്തെ വാർത്തകൾ ഒരിക്കലും ഒരു സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുന്നതല്ല. പിളർപ്പിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിലേക്ക് മാത്രമേ നയിക്കുന്നുള്ളൂ. ഇപ്പൊ തന്നെ വിഷ്ണു എന്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കാൻ കാരണം ഈ വാർത്തകളല്ലേ? അല്ലാതെ ഇതൊന്നും അറിയുന്നില്ല. അല്ല, ഞാനതിന്റെ മറ്റൊരു വശമാണ് ചോദിക്കുന്നത്. ഈ താരസംഘടന ആളുകൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്.
ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്, ആളുകളെ മറ്റു രീതിയിൽ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് ആളുകൾ വലിയൊരു ഭയത്തിലും അല്ലെങ്കിൽ ചിന്തയിലൊക്കെയാണ് ഈ സംഘടന നിന്നുപോയാൽ അവർക്ക് കിട്ടേണ്ട മരുന്ന്, അവർക്ക് കിട്ടേണ്ട പെൻഷൻ, അവർക്ക് ചിലപ്പോൾ ഈ സംഘടന വെച്ചു കൊടുക്കാമെന്ന് പറയുന്ന വീടുകൾ ഒക്കെ ഇല്ലാതാവുമോ എന്നുള്ളൊരു വിഷമമുണ്ട് ആളുകൾക്ക്. അപ്പൊ ഇതിന്റെ ഭാവി എന്തായിരിക്കും? ആളുകൾ പറയുന്നു ഈ യുവാക്കളെ പോലുള്ള, ഇപ്പൊ ധ്യാൻ ശ്രീനിവാസനെ പോലെ, ഷൈൻ ടോം ചാക്കോയെ പോലുള്ള ആളുകളൊക്കെ ഇതിന്റെ നേതൃത്വ നിലയിലേക്ക് വരണം, ഇത് നിലനിൽക്കണം, ഈ താരസംഘടന നിലനിൽക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തെ വലിയ പിളർപ്പിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചേരിപ്പോരിലേക്കും ഫോൺ ലീക്കിങ്ങിലേക്കും ഒക്കെ പോകുന്നു. എന്താണ് ഇതിനെപ്പറ്റി എങ്ങനെ ഷൈൻ നോക്കിക്കാണുന്നത്? ഇതിന്റെ ഭാവി എന്തായിരിക്കും? ഇതിന്റെ ഭാവി നമ്മുടെ ഭൂതം വർത്തമാനം കഴിഞ്ഞിട്ട് ഭാവി, അങ്ങനെ തന്നെയായിരിക്കും ഇതിന്റെ ഭാവി. അല്ലാതെ ഞാൻ എന്താ പറയാ ഇതിന്, ഷൈനെ പിടിച്ച് നമുക്ക് പ്രസിഡന്റ് ആക്കിയാൽ അല്ലല്ല, ഇത് പ്രസിഡന്റ് ആരാണെങ്കിലും അല്ലെങ്കിലും ഈ നാട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാ ഇതിലുള്ളൂ അല്ലേ? നമ്മുടെ സംസ്ഥാന ഭരണങ്ങളിൽ ഈ പ്രശ്നമുണ്ടോ? അവിടെ പ്രസിഡന്റ് ആവാനും അല്ലെങ്കിൽ സെക്രട്ടറി ആവാനും തലപ്പത്തേക്ക് വരാനുള്ള പ്രശ്നങ്ങളുണ്ടോ? അവിടെ ചേരിതിരിവുണ്ടോ? മുന്നണി തർക്കങ്ങളുണ്ടോ? ഇല്ലേ? കുത്തുകളില്ലേ? അതിനി കേന്ദ്രത്തിലും ഇല്ലേ സംഭവം? കേന്ദ്രം കഴിഞ്ഞ് ഇനി ലോകരാഷ്ട്രങ്ങൾക്കിടയിലും ഇല്ലേ? അവിടേക്ക് ആവുമ്പോ മിസൈലാ വിടാന്ന് മാത്രം, ഇവിടെ ആകുമ്പോ ഒരു കമന്റാ വിടുള്ളൂ അല്ലേ? അപ്പൊ ഇതൊക്കെ പിളർപ്പിലേക്കാണോ പോകുന്നത്? ഇനി എത്ര പിളർത്താലും അത് ഒന്നാവുന്നില്ല വീണ്ടും. ആ ഒന്നാവാൻ അല്ലെങ്കിൽ മറ്റൊരു വക്താക്കൾക്ക് ഒന്നാവാൻ വേണ്ടിയുള്ള പിളർപ്പ് മാത്രമേ നടക്കുന്നുള്ളൂ. ഈ എത്ര ബക്കറ്റ് വെള്ളം ഈ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് വേസ്റ്റ് ചെയ്ത് കളഞ്ഞാലും ആ വെള്ളമൊക്കെ ഭൂമിയിലേക്ക് തന്നെയല്ലേ വരിക. ഭൂമിയുടെ പുറത്തേക്ക് ഒരു തുള്ളി കളയാൻ പറ്റുമോ? അപ്പൊ ഈ സേവ് വാട്ടർ എന്നൊക്കെ പറയുന്നത് തട്ടിപ്പല്ലേ അല്ലേ? അതാണ് പറയുന്നത്. ഇവിടെ എത്ര ഇഷ്യൂസ് ഉണ്ടെങ്കിലും എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് അത്രയും സുതാര്യവും ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും കൊണ്ടാണ് അത് പുറത്തേക്ക് നിങ്ങൾ അറിയുന്നത് അല്ലേ? ഇപ്പൊ ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവർ അത് പുറത്തറിയാതെ കൊണ്ടു നടക്കും. എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുള്ളൂ. ഇപ്പൊ പുറത്തറിയാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരത്രയും സമൂഹമായിട്ട് ഇടകലർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നത് പുറത്തൊരാളായിട്ട്, എന്തിന് സഹായങ്ങൾക്കോ അവരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് അത്രയും സുതാര്യവും ആണ്. അതുകൊണ്ട് അത് പുറത്തേക്ക് കാണിക്കുന്നതിന് അതിൻ്റെ ഉള്ളിലും അവർ അത്ര കെട്ടുറപ്പുള്ളവരാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം. ഈ എല്ലാ സംഘടനകളിലും പ്രശ്നങ്ങളുണ്ട്. അവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും ഡെയിലി ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇതിലും വലിയ പിളർപ്പിലേക്കാണ് വിചാരിക്കുന്നത് നമ്മൾ അല്ലേ? അത് ഭാര്യ ഭർത്ത ബന്ധങ്ങളാണെങ്കിൽ അടക്കം. ക്യാപ്പ് വെച്ച് മറച്ചിരിക്കുന്നത് ബാച്ചലർ പാർട്ടിയുടെ ലുക്കാണോ? അല്ല, എന്റെ തല. ഓക്കെ, ബാച്ചലർ പാർട്ടിയുടെ ലുക്ക് അത് കളഞ്ഞു. അതിന് താടിയൊക്കെ ഇല്ലേ? താടിയുണ്ട്, ഹെയർ കട്ട് ഒന്നും ഇങ്ങനെയല്ല. ആ ഹെയർ കട്ട് വെച്ച് അല്ലെങ്കിൽ പുറത്തു പോകാൻ പോലും സമ്മതിക്കില്ല, ഇഷ്ടമില്ല എന്ന് നമുക്കറിയാം. കാരണം ഞാൻ ഈ ലുക്കും വെച്ചിട്ട് അതിന്റെ ഇടയിൽ ഒരു 3-4 പടം ചെയ്യുവേ. കഴിഞ്ഞ പ്രാവശ്യം ഭീഷ്മയുടെ സമയത്ത് ചെയ്തിട്ടുണ്ട്. പറഞ്ഞു ഇതിനിടയിൽ വേറൊരു പടം ചെയ്യാം. പടം ചെയ്തപ്പോ തന്നെ ഞാൻ വേറെ വിഗ് ഉണ്ടാക്കിയിട്ടാണ് ആ പടത്തിൽ ചെയ്തത്. കാരണം ഒരാള് നമ്മളെ രൂപത്തിലേക്ക് ആക്കിയ ഒരു പടത്തിന്റെ അയാൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ ആളുടെ പടത്തിലാണ് അത് വരണ്ടേന്ന്? അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു ആഗ്രഹമല്ലേ ഒരാളുടെ, ഒരു ഡയറക്ടറുടെ. അപ്പൊ നമ്മളത് എല്ലാ സ്ഥലത്തും കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിലുള്ള പുതുമ? അപ്പൊ അതെനിക്ക് മനസ്സിലായി. അതിന് മുന്നത്തെ പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ അതുണ്ടായി. നമ്മളത് ഗൗരവമായിട്ട് എടുക്കില്ല. നമ്മുടെ ലുക്കാണല്ലോ, നമ്മൾ ഇങ്ങനെ എല്ലായിടത്തേക്കും പോകും. എൻ്റെ അടുത്ത് അമല് പറഞ്ഞൊരു കാര്യം, എല്ലാ ആക്ടേഴ്സും ഇത്ര എക്സ്പോഷർ ചെയ്യേണ്ട കാര്യമില്ല. മാക്സിമം എക്സ്പോഷർ കുറയ്ക്കുമ്പോഴാണ് ഒരു ആക്ടറിനെ കാണാനും പടം കാണാനുള്ള എക്സൈറ്റ്മെന്റ് കൂടുക. അപ്പൊ അത് നിലനിർത്താൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ. പിന്നാലെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ മലയാളത്തിൽ ഇപ്പോൾ ഈ ഹൊറർ ഫിലിംസിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിട്ടുണ്ട്. അത് ഏത് തരത്തിലാണെങ്കിലും, ഇപ്പോൾ ആകാശഗംഗയ്ക്കാണെങ്കിലും എസ്രയ്ക്കാണെങ്കിലും ഇപ്പോൾ നീലവെളിച്ചം അതിൻ്റെ ഒറിജിനൽ അതിൻ്റെ സിനിമയായിട്ടുള്ള ഭാർഗവി നിലയത്തിനായാലും ഒക്കെ നമുക്ക് വല്ലാത്തൊരു ലെഗസി ഉണ്ട് മലയാളത്തിന്. വളരെ കുറച്ചേ ഉള്ളൂ എങ്കിൽ പോലും, ഡൈസർ ഉൾപ്പെടെ. അപ്പൊ ആ ശ്രേണിയിലേക്ക് എത്തട്ടെ പിന്നാലെ. ആ വിധത്തിൽ ആളുകൾ സംസാരിക്കട്ടെ സിനിമയെ പറ്റി. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. ആ ഭാഗത്താണ് കൺട്രോളിങ്.